നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പഴുതടച്ച സുരക്ഷ ഇനിയും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് താങ്കൾ എൻഐഎയുടെ ഭാഗമായിരുന്നു നേരത്തെ. അന്വേഷണങ്ങളുടെ ഒരു ഗതി ഏത് തരത്തിലായിരിക്കും സാധാരണ മുന്നോട്ട് കൊണ്ടുപോവുക? തുടർ പരിശോധനകളും മറ്റും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഓക്കെ, സാധാരണ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇപ്പോൾ ഇന്ന് എൻ ഐ എ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് അവിടുത്തെ ഒരു സെർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഏരിയയിൽ മുഴുക്കെ കോർഡൺ ചെയ്ത് സെർച്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന വാർത്തകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫോറൻസിക് ടീമിന് ഒരുപാട് ഇൻഫർമേഷൻ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. മൈന്യൂട്ടായ ചില കാര്യങ്ങളിൽ നിന്ന് വളരെ ഇൻഫർമേഷൻസ് കിട്ടും. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്, എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണത്, എന്ന് ഉപയോഗിച്ച മെറ്റീരിയൽ എന്താണ്, ഹൈ എക്സ്പ്ലോഷൻ ആണോ ലോ എക്സ്പ്ലോഷൻ ആണോ, അതിൻ്റെ മെറ്റീരിയൽ എന്താണ്, എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്, ഡിറ്റോനേറ്റർ വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ല വേറെ വല്ല ആക്ടിവിറ്റി ഉണ്ടോ, വല്ല ടൈമർ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓരോ എവിഡൻസുകൾ പുറത്തു വരും. ഈ എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആരെയാണോ എക്യൂസ്ഡ് അവർ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഈ പുറത്തുനിന്ന് വരുന്ന ഈ ഫരീദാബാദിലെ ഇൻഫർമേഷൻസ് ഓൾറെഡി പോലീസിൻ്റെ അടുത്തുണ്ട്. പിന്നെ കൂടാതെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇൻഫർമേഷൻ ഉണ്ട്, ഇപ്പം ഗുജറാത്തിലെ ഇൻഫർമേഷൻ, ഇതൊക്കെ ക്രോഡീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആരാണ് ഇതിൻ്റെ പിറകിലുള്ളത്, എന്താണ് ഇതിൻ്റെ അവരുടെ താല്പര്യം എന്താണ്. ഓഫ് കോഴ്സ് താല്പര്യം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ശിഥിലീകരിക്കൽ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ ആ തരത്തിൽ അതിനെ അറ്റാക്ക് ചെയ്യുക, അത് സ്വാഭാവികമായിട്ട് അതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുവന്ന് അന്വേഷണം അതിൽ ഫിക്സ് ചെയ്യണം, ടാർഗറ്റിനെ ഫിക്സ് ചെയ്യണം. ആരാണ്, എന്താണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്താണ്, അതിൻ്റെ ടെറർ ആംഗിൾ എന്താണ്, എങ്ങനെയാണ് ഫൈനാൻസ്, ടെറർ ഫണ്ടിങ് എവിടെ നിന്നാണ് വന്നത്, ഇതൊക്കെ അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുവരും, അന്വേഷണത്തിന് പുറത്ത് കൊണ്ടുവരും. ആരാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് സഹായിച്ചിരിക്കുന്നത്, ഹു ആർ ഓൾ ദ സ്ലീപ്പർ സെൽസ്, അതിന് വല്ല ലോക്കലായിട്ട് അവർക്ക് വല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ, ആ ലോക്കൽ സപ്പോർട്ട് ആരാണ്, അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ പ്ലാനിങ് ആരാണ് നടത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുവരും. അങ്ങനെ അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അന്വേഷണം നടത്തുമ്പോഴാണ് നമുക്ക് ലൂപ്പ് ഹോൾസ് മനസ്സിലാവും, എവിടെയാണ് വീഴ്ച പറ്റിയത് അത് മനസ്സിലാവും. ഇതൊക്കെ ക്രോഡീകരിച്ച് അവിടുത്തെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രോപ്പറായിട്ട് നടത്തിയെന്ന് പറയുക. അത് നമ്മുടെ NIA ഏജൻസി വളരെ എക്സ്പെർട്ടാണ്, അവർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അവർ നന്നായി ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അതൊരു ചാർജ് ഷീറ്റ് മോഡൽ വരുമ്പോഴാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ലോജിക്കൽ കൺക്ലൂഷനിലെത്തുന്നത്.